ഹായ് ഫ്രണ്ട്സ്, എം ആർ ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കർക്കിടക കഞ്ഞിയുടെ വീഡിയോ ആണ്. കർക്കിടകം അങ്ങ് കഴിയാറായപ്പോഴാണ് കേട്ടോ ഞാൻ കർക്കിടക കഞ്ഞിയുടെ വീഡിയോയുമായി എത്തിയത്. വീഡിയോ എടുത്തിട്ട് കുറേ നാളായി, പക്ഷേ ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കർക്കിടക കഞ്ഞിക്ക് പ്രധാനമായും എടുക്കുന്നത് നവരേരിയാണ്. നവരേരി ഇല്ലെങ്കിൽ മാത്രം നമ്മുടെ കുത്തരി എടുക്കണമേ. അപ്പോൾ നവരേരിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ദഹനക്കുറവ് പരിഹരിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നവരേരി സഹായിക്കുന്നു. കൂടാതെ വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ നവരേരി. ഇത് നവരേരിയുടെ നേർപകുതിയാണ് നമ്മൾ ചെറുപയർ എടുക്കുന്നത്. ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. വിളർച്ച ഇല്ലാതാക്കുന്നു, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുന്നു. കൂടാതെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ചെറുപയറിൽ. അടുത്തതായിട്ട് ഒരു 2 സ്പൂൺ ഉലുവയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 സ്പൂൺ ഉലുവയെ ചേർത്തിട്ടുള്ളൂ. മക്കൾക്ക് കൊടുക്കണമെങ്കിൽ ഉലുവ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നല്ലൊരു കയ്പുണ്ടാകുവേ. ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവ നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും മലബന്ധം തടയാനും ഒക്കെ ഉലുവ സഹായിക്കുന്നു. നവരയരിയും ചെറുപയറും ഉലുവയും കൂടി നമുക്കൊരു 4-5 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം വേവിക്കാനായിട്ട് 5 മണിക്കൂർ കുതിർത്ത ശേഷം നമുക്കിതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുപ്പിൽ വേവിക്കാൻ സമയമുള്ളവരാണെങ്കിൽ അടുപ്പിൽ തന്നെ വേവിച്ചാൽ മതി. എനിക്കിവിടെ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കാം. ആശാളിയെ കുതിർത്ത് വെക്കേണ്ടതില്ല. കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് കുതിർന്നിട്ടൊരു കൊഴുപ്പ് പോലെ വരുന്നത് കൊണ്ട് ആ സമയത്ത് വയ്ക്കാൻ നേരം ഒന്ന് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കർക്കിടക കഞ്ഞിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ആശാളി. ശരീരഭാരം കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനുമൊക്കെ ഈ ആശാളി വളരെ സഹായിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇച്ചിരി സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. ഈ വീഡിയോ ഇന്ന് തന്നെ ഇടേണ്ടത് കൊണ്ട് ഞാൻ ഷോപ്പിൽ വെച്ചാണ് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടിയുടെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ നിങ്ങൾ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതായത് ഇതെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഒരു കുക്കറിൽ വെച്ച് ഒരു 4-5 വിസിൽ, 5 വിസിലൊക്കെ കേട്ടാൽ മാത്രമേ ഇത് വെന്ത് വരുത്തോളേ. കുക്കറിൽ ഒരു 4-5 വിസിൽ വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതിനാണ്ട് ഒരു മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് സെറ്റാക്കി എടുക്കാം. ഇതിങ്ങനെ മൺകലത്തിൽ തന്നെ വേവിച്ചാൽ അതാണ് ഏറ്റവും ഗുണം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കുക്കറിൽ വേവിച്ചെടുത്തത്. ഇനി നമുക്കതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് അങ്ങനെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും കഞ്ഞി റെഡിയാകും. അപ്പോഴേക്കും നമുക്ക് കർക്കിടക കഞ്ഞി കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഒന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കുന്നത്. കർക്കിടക കഞ്ഞി പല വിധത്തിലുണ്ടാക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഒന്ന് വർദ്ധിപ്പിക്കാനും ദഹനശക്തിയെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാനും കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥ ഒന്ന് നിലനിർത്താനും വേണ്ടിയിട്ടാണ് കർക്കിടക കഞ്ഞി കുടിക്കുന്നത്. ഇപ്പം നമ്മുടെ കർക്കിടക കഞ്ഞി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ടൊരു വറവിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് ചുവന്നുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് നല്ലപോലെ മൂപ്പിക്കേണ്ട, കുറച്ചൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ച് അത് നമുക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഈ ഉള്ളിയും ജീരകവും ചേർത്ത് വേവിച്ചതിന് ശേഷം അവസാനം നെയ്യ് ചേർത്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആ ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കുറഞ്ഞത് ഒരു 7 ദിവസമെങ്കിലും കർക്കിടക കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. അത് രാവിലെയോ രാത്രിയോ നമ്മുടെ സൗകര്യം പോലെ ഒരു സമയം തിരഞ്ഞെടുക്കാം. കുറഞ്ഞത് 7 ദിവസമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ 1 മാസം മുഴുവനും ഇത് കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആ സന്തുലിതാവസ്ഥ നിലനിർന്ന് പോകാനായിട്ട് കർക്കിടക മാസം മുഴുവനും കഞ്ഞി കുടിക്കുന്നതും നല്ലതാണ്. നമ്മൾ കർക്കിടക കഞ്ഞിയുടെ വീഡിയോ ഇടാൻ ഇത്തിരി വൈകിപ്പോയെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോയുമായി എത്താം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.